നിങ്ങൾക്ക് ശരിക്കും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? എനിക്ക് ഒരെണ്ണം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് 1,00,000 രൂപ 1,00,000 രൂപ കിട്ടി. അതുപോലെ തന്നെ മാസം 9,000 രൂപ വെച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനും കിട്ടി. 18,000 രൂപ മാസം കിട്ടിയില്ലേ? നിങ്ങൾ അതിനെ അറിയിക്കുന്ന ആളാണോ? ഞാൻ അർഹിക്കുന്ന ആളല്ല, എങ്കിലും എനിക്ക് കിട്ടി. നിങ്ങൾ ഇടതുപക്ഷ അനുയായിയാണോ? ഞാൻ ഇടതുപക്ഷ ആണ്. ഇടതുപക്ഷ അനുയായിയാണ്. ആണ്. അപ്പൊ അത് വാങ്ങാൻ പാടില്ലായിരുന്നോ നിങ്ങൾ? അത് വേറെ കാര്യം. സർക്കാർ തരുമ്പോ നമ്മൾ മേടിക്കും. ഞാൻ മറ്റൊരാളടുത്ത് എന്റെ അടുത്ത് സർക്കാരിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല, എന്റെ മുതലൊന്നും പോയി എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും പല ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. ആണല്ലേ? പക്ഷെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല. ഇല്ല. നിങ്ങൾ അവിടെ തന്നെ താമസിച്ചോണ്ടിരിക്കും. ഇപ്പോഴും താമസിക്കുന്ന സർക്കാർ ഞാൻ അവിടെ പ്രഖ്യാപിച്ചാണ് 10, 11, 12 വാർഡിലേക്ക് പ്രഖ്യാപിച്ചാണ്. ആ കൂട്ടത്തിൽ ഞാനും മേടിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ കലക്ടർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഫർണിച്ചർ വേണം, മറ്റുള്ള സാധനങ്ങൾ വേണം. എന്റെ ഒന്നും നഷ്ടപ്പെട്ടില്ല, എനിക്ക് ഒന്നും വേണ്ട. ചൂരൽമലയില് പോയുള്ള മരണപ്പെട്ട ആളുകളാവട്ടെ, ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് നീതി കിട്ടുമെന്ന് എന്റെ ചോദ്യം. നീതി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആണല്ലേ? സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സംവിധാനങ്ങൾ ഓക്കെയാണോ? കിട്ടുന്നു. നിങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടോ? എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് വല്ല സ്ഥലങ്ങൾ വല്ലതും നഷ്ടപ്പെട്ടോ? ഇല്ല, എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഇല്ല. നിങ്ങൾക്ക് പക്ഷെ എന്തെങ്കിലും കിട്ടിയായിരുന്നോ? എനിക്ക് കിട്ടി. ഗവൺമെന്റ് വക്കൽ നിന്ന് പിന്നെ 1,00,000 രൂപയോളം കിട്ടിയിട്ടുണ്ട്. 1,00,000 രൂപ കിട്ടി. 3 മാസം വെച്ചിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് 9,000 വെച്ച് കിട്ടി. ഭാര്യയ്ക്കും ഭർത്താവിനും. പിന്നെ 6 മാസത്തെ വാടക കിട്ടി. പിന്നെ ഇപ്പോഴും പല ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കും. ആണല്ലേ? പക്ഷെ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടില്ല. ഇല്ല. നിങ്ങൾ അവിടെ തന്നെ താമസിച്ചോണ്ടിരിക്കും. ഇപ്പോഴും താമസിക്കുന്ന. അപ്പൊ താമസിക്കുന്ന ആളുകൾക്ക് വല്ല നഷ്ടപരിഹാരം കിട്ടിയെന്നുള്ള അറിവുണ്ടോ നിങ്ങൾക്ക്? എന്റെ അറിവില് പിന്നെ അത്യാവശ്യം ന്യായമായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ന്യായമാർക്ക് എല്ലാവരും കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വീടൊക്കെ കിട്ടിയിട്ടുണ്ട്. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കിട്ടിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് പല സംഘടനകളും. നിങ്ങൾക്ക് ശരിക്കും എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്? എനിക്ക് ഒരെണ്ണം ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് 1,00,000 രൂപ 1,00,000 രൂപ കിട്ടി. അതുപോലെ തന്നെ മാസം 9,000 രൂപ വെച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനും കിട്ടി. 18,000 രൂപ മാസം കിട്ടിയില്ലേ? നിങ്ങൾ അതിനെ അറിയിക്കുന്ന ആളാണോ? ഞാൻ അർഹിക്കുന്ന ആളല്ല, എങ്കിലും എനിക്ക് കിട്ടി. നിങ്ങൾ ഇടതുപക്ഷ അനുയായിയാണോ? ഞാൻ ഇടതുപക്ഷ. ആണ്. ഇടതുപക്ഷ അനുയായിയാണ്. ആണ്. അപ്പൊ അത് വാങ്ങാൻ പാടില്ലായിരുന്നോ നിങ്ങൾ? അത് വേറെ കാര്യം. സർക്കാർ തരുമ്പോ നമ്മൾ മേടിക്കും. ഞാൻ മറ്റൊരാളടുത്ത് എന്റെ അടുത്ത് സർക്കാരിന്റെ അടുത്തും പറഞ്ഞിട്ടില്ല, എന്റെ മുതലൊന്നും പോയി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ സർക്കാർ ഞാൻ അവിടെ പ്രഖ്യാപിച്ചാണ് 10, 11, 12 വാർഡിലേക്ക് പ്രഖ്യാപിച്ചാണ്. ആ കൂട്ടത്തിൽ ഞാനും മേടിച്ചു. പിന്നെ രണ്ടാമത് ഇതെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ കലക്ടർ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഫർണിച്ചർ വേണം, മറ്റുള്ള സാധനങ്ങൾ വേണം. എന്റെ ഒന്നും നഷ്ടപ്പെട്ടില്ല, എനിക്ക് ഒന്നും വേണ്ട എന്നും തീർത്തും പറഞ്ഞു. അതാണ് പറഞ്ഞത്. അതായത് ഇപ്പൊ ഞാൻ ഇത് നിങ്ങളോട് ചോദിക്കുമ്പോ ഈ സർക്കാർ പറയുന്നത് പല ആളുകളും അർഹിക്കാത്ത പല ആളുകളും പണം വാങ്ങുന്നു, പണം കൈപ്പറ്റുന്നു എന്നുള്ള ഒരു ആവശ്യമാണ് അവർ പറയുന്നത്. ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്. അപ്പൊ ആ പ്രശ്നത്തിലേക്കാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങൾ ശരിക്കും എല്ലാവരും പ്രഖ്യാപിച്ച പോലെ നിങ്ങളും അത് കൈപ്പറ്റി എന്നുള്ളതാണ്. സർക്കാരിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നു പോയിട്ടുണ്ട്, അത് സത്യമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ 1 വർഷമായി വീടുകളൊന്നും ആയിട്ടില്ല. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിനെ കുറിച്ച് എന്ന് പറയുമ്പോ ഒരു വീട് കൊടുക്കുക എന്ന് പറയുമ്പോ അതെന്തായാലും അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല എന്നുള്ള ഉറപ്പല്ല. അപ്പൊ അതിന് കുറെ കാലതാമസം വന്നിട്ടുണ്ട്.